ഹായ് ഫ്രണ്ട്സ്, +1 എക്കണോമിക്സ് എക്സാം ക്രിസ്മസ് എക്സാം മുന്നിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ക്രിസ്മസ് എക്സാമിനുള്ള പോർഷൻസ് സ്റ്റാറ്റിസ്റ്റിക്സ്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മീൻ മീഡിയം മോഡ് വരെയുള്ള ചാപ്റ്ററാണ്. പിന്നെ ഇന്ത്യൻ ഇക്കോണമി 7ാമത്തെ ചാപ്റ്റർ വരെയുള്ളതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ ഇപ്പോൾ കഴിഞ്ഞ എക്സാമിൻ്റെ ഒക്കെ എക്സ്പീരിയൻസിൽ കുട്ടികളൊക്കെ പറയുന്നത് ഈ ലാസ്റ്റ് ഏരിയയിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്. അതായത് ഓണം എക്സാം വരെയുള്ള പോർഷൻസ് നിന്ന് ക്വസ്റ്റ്യൻ കുറവാണ് എന്നാണ്. മൊത്തത്തിലുള്ള ടെർമിനൽ എക്സാമിനൊരു ക്വസ്റ്റ്യൻ ഒരു ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ഉണ്ട്. അതിൽ നിന്ന് വ്യത്യാസമായിരിക്കും ഇവിടെ ഇത്രയും വരെയുള്ള പോർഷനിൽ നിന്നാണ് 80 മാർക്കിന് നിർബന്ധമായും എഴുതേണ്ട 100ലധികം മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. ടെർമിനൽ എക്സാമിന് അതേ പാറ്റേണിലാണ് വരുന്നത്. 2 എസ് എഴുതണം. അതുപോലെ തന്നെ 2 മാർക്സ് ക്വസ്റ്റ്യൻ, 3 മാർക്സ്, 4 മാർക്സ്, 5 മാർക്സ്, ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ നിർബന്ധമായും അറ്റൻഡ് ചെയ്തിരിക്കണം. ഓപ്ഷൻസ് ഉണ്ടാവും, ഒബ്ജക്റ്റീവ് ടൈപ്പും ഉണ്ടാവും. ഒബ്ജക്റ്റീവ് ടൈപ്പിനും ഓപ്ഷൻ ഉണ്ട്, അതായത് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്ക് നന്നായി അറിയുന്നത് എഴുതിയാൽ മതി. എന്തായാലും എസ് എ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പം 2 8 മാർക്കിൻ്റെ എസ് എ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതിയിരിക്കണം. 16 മാർക്ക് നമുക്ക് അവിടെ നിന്ന് തന്നെ കിട്ടി. നന്നായി ചെയ്താൽ 2 ഫുൾ 8 മാർക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുവരെയുള്ള പോർഷനിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എസ് എ വരാൻ സാധ്യതയുള്ളത് ഒരു ക്വസ്റ്റ്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൽ കാൽക്കുലേറ്റ് മീൻ മീഡിയൻ മോഡ് തന്നെയാണ്. ഒരു കണ്ടിന്യൂസ് സീരീസ് തന്നിട്ട് മീനും മീഡിയനും മോഡും കാൽക്കുലേറ്റ് ചെയ്യാൻ പറയൽ തന്നെയാണ് ഒരു ഷുവറായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ. പിന്നെ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഗ്രാഫിക്കൽ പോർഷനിൽ നിന്ന് ഒരു ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും വരയ്ക്കാനും എന്നിട്ട് മീഡിയൻ ലൊക്കേറ്റ് ചെയ്യാനും പറയുന്നത്. അത് ലെസ് ദാൻ ഒജീവ് വരയ്ക്കാൻ ആവശ്യമായ ഡാറ്റ ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിന് അപ്പർ ക്ലാസ് ലിമിറ്റ്, മോർ ദാൻ ഒജീവിന് മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിന് ലോവർ ക്ലാസ് ലിമിറ്റ്, അതുപോലെ തന്നെ മീഡിയൻ ലൊക്കേറ്റ് ചെയ്യുന്നത് വരയ്ക്കുന്നതിന് എല്ലാത്തിനും കൂടിയായിരിക്കും 8 മാർക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടുന്നത്. പിന്നെ ഇന്ത്യൻ ഇക്കോണമിയിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് 3ാമത്തെ ചാപ്റ്ററിലുള്ള ന്യൂ ഇക്കണോ പോളിസി, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷനിൽ ഒന്നിക്കലത് 3ഉം ചോദിക്കാം. അല്ലെങ്കിൽ ലിബറലൈസേഷൻ ഡിഫറെൻറ്റ് സെക്ടേഴ്സ്, ഫിനാൻഷ്യൽ സെക്ടർ, അതുപോലെ ടാക്സ് സെക്ടർ, എല്ലാ മേഖലകളിലും ഇൻഡസ്ട്രിയൽ സെക്ടർ, ഈ മേഖലകളിലെല്ലാം ലിബറലൈസേഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ഫോറിൻ സെക്ടർ, ഫോറിൻ എക്സ്ചേഞ്ച് മേഖലകളിൽ, എക്സ്പോർട്ട്, ഇതിലൊക്കെയുള്ള ലിബറലൈസേഷൻ പോളിസീസ് അതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളതായിരിക്കാം. അല്ലെങ്കിൽ എങ്ങനെയാണ് നടപ്പിൽ വരുത്തിയത്, ഏതൊക്കെ പോളിസിയിലൂടെയാണ് എന്നുള്ളതായിരിക്കാം ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. അല്ലെങ്കിൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ആവാം. പിന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത് പോവർട്ടി എന്നാണ്. പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം, അത് വരാതിരിക്കാം, 100% പറയാൻ പറ്റൂല. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് എസ് എ ക്വസ്റ്റ്യൻ. ഈ ഇത്രയും പറഞ്ഞിരിക്കുന്ന 4 ക്വസ്റ്റ്യൻ പഠിച്ചാൽ തന്നെ 16 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായി എന്ന് പറയാം, ഒരു സംശയമില്ല. പിന്നെ ഒബ്ജക്റ്റീവ് ടൈപ്പ് നമുക്ക് തറോ ആവണമെങ്കിൽ തീർച്ചയായും ടെക്സ്റ്റ് ബുക്ക് തന്നെ നിങ്ങൾ തറോ ആക്കിയിരിക്കണം. അതിൽ നിന്ന് ഏത് കോർണറിൽ നിന്നും ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദിക്കാം. പിന്നെ നമ്മുടെ പ്രോബ്ലം ചെയ്യാൻ ചോദിക്കുന്ന ഇക്വേഷൻസ് ഒക്കെ നമ്മൾ മീൻ മീഡിയം മോഡിൻ്റെയാണ് പ്രധാനമായിട്ട് ഈ ഏരിയയിൽ നിന്ന് വരുന്നത്. അതിന് ശേഷമുള്ള ചാപ്റ്റേഴ്സ് ഇല്ല. പിന്നെ അതിന് പുറമെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാറ്റിസ്റ്റിക്സിലെ പ്രോബ്ലം വരുന്ന സോൾവ് ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്തു വെക്കേണ്ട ഏരിയയിൽ വരുന്നത് നമുക്ക് ചിലപ്പോൾ ഇത് നമ്മുടെ ഇൻക്ലൂസീവ് ക്ലാസ്സസ് എക്സ്ക്ലൂസീവ് ക്ലാസ്സാക്കി കൺവേർട്ട് ചെയ്യാനൊക്കെ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതിന് എന്താണ് ഇൻക്ലൂസീവ്, എന്താണ് എക്സ്ക്ലൂസീവ് എന്നും എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു സാധ്യതയുള്ളൊരു ഏരിയയാണ്. അതേപോലെ തന്നെ ഗ്രാഫിക്കൽ ഏരിയയിൽ വരുവാണെങ്കിൽ പൈ ഡയഗ്രാം നമുക്ക് മേ ബി പ്രതീക്ഷിക്കാം. പിന്നെ ഒജീവി എസ് എയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വരില്ല. അല്ലെങ്കിൽ 5 മാർക്കിനൊരു ഒജീവി ലെസ് ദാൻ ആൻഡ് മോർ ദാൻ ഒജീവി ലെസ് ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി, മോർ ദാൻ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്നുള്ള രീതിയിൽ ചോദിക്കാം. പക്ഷേ കഴിഞ്ഞ വർഷമൊക്കെ സിമ്പിൾ ബാർ ഡയഗ്രാം ചോദിച്ചിട്ടുണ്ട്. അതിന് മുന്നത്തെ വർഷം ഹിസ്റ്റോഗ്രാം ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. പൈ ഡയഗ്രാം ആകുമ്പോൾ ഡാറ്റ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ 360 കൺവേർട്ട് ചെയ്യാം, എന്നിട്ട് പ്രൊട്രാക്ടർ വെച്ചിട്ട് എങ്ങനെ വരയ്ക്കുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെച്ചിട്ട് എല്ലാവരും വരിക. അതേപോലെ തന്നെ നമുക്ക് ഇന്ത്യൻ ഇക്കോണമി പോർഷനിലേക്ക് ചാപ്റ്റർ വൈസ് വരുവാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ കോസസ് ഓഫ് സ്റ്റാഗ്നേഷൻ ഓഫ് ഇന്ത്യൻ അഗ്രികൾച്ചർ ചോദിച്ചേക്കാം. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ഇന്ത്യൻ ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിൽ ഉണ്ടായിരുന്ന മാറ്റങ്ങൾ, അതൊക്കെ ഒരു നല്ലൊരു ക്വസ്റ്റ്യനാണ്. കോസസ് ഓഫ് സ്റ്റാഗ്നേഷൻ ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ സെക്ടർ, ഇന്ത്യൻ കാർഷിക മേഖലയുടെ സ്തംഭനാവസ്ഥയുടെ കാരണങ്ങൾ നല്ല പ്രാധാന്യമുള്ളൊരു ക്വസ്റ്റ്യനാണ്. സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരുമ്പോഴേക്കും ഗ്രീൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാം. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, ചെറുകിട വ്യവസായങ്ങളുടെ ഗുണങ്ങൾ വന്നേക്കാം. സബ്സിഡീനെ കുറിച്ച് ചോദിച്ചേക്കാം. അതൊക്കെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഏരിയയാണ്. പിന്നെ 3ാമത്തെ ചാപ്റ്ററിൽ വരുമ്പോൾ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷനിൽ ഒരു എസ് എ ലിബറലൈസേഷൻ ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഗ്ലോബലൈസേഷനിൽ ഔട്ട്സോഴ്സിങ് ചോദിച്ചേക്കാം. പ്രൈവറ്റൈസേഷന് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്, ഡീനാഷണലൈസേഷൻ എന്ന രീതിയിലും ചോദിച്ചേക്കാം. ഔട്ട്സോഴ്സിങ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്. പുറം വാങ്ങൽ എന്നുള്ള ഗ്ലോബലൈസേഷനിലെ ഭാഗം. അപ്പോൾ അതും നമ്മളൊന്ന് മനസ്സിലേക്ക് ഓർത്ത് വെക്കുക. പിന്നെ പോവർട്ടി എന്നുള്ള ചാപ്റ്ററിലേക്ക് വരുമ്പോഴേക്കും പോവർട്ടിയുടെ കോസസ് ചോദിച്ചേക്കാം. പോവർട്ടി ഇറാഡിക്കേഷൻ പ്രോഗ്രാം എസ് എ വന്നിട്ടുണ്ടെങ്കിൽ
പഠിക്കുകയാണെങ്കിൽ പിന്നെ അവിടുന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല. പോവർട്ടി ലൈനൊക്കെ ചിലപ്പോൾ വന്നേക്കാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോവർട്ടി, ചേണിങ് പുവർ, ഓൾവേസ് പുവർ, യൂഷ്വലി പുവർ, ആ രീതിയിലുള്ള കാര്യങ്ങളൊന്നും മനസ്സിലേക്ക് ഓർത്ത് വെച്ചേക്കുക. പിന്നെ 5ാമത്തെ ചാപ്റ്ററിൽ, അതായത് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഒരു ഷുവർ ക്വസ്റ്റിനെ പ്രതീക്ഷിക്കുക. സോഴ്സസ് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, അതായത് മനുഷ്യ മൂലധന സ്വരൂപീകരണത്തിൻ്റെ ഉറവിടങ്ങൾ ഏതൊക്കെയാണ്, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ജോബ് ട്രെയിനിങ്, മൈഗ്രേഷൻ എന്നുള്ള രീതിയിൽ ആ പോയിൻറ്റ്സ് അടക്കം ഒന്ന് പഠിച്ച് വെച്ചേക്കുക. പിന്നെ ഹ്യൂമൻ ക്യാപിറ്റലും അതുപോലെ ഫിസിക്കൽ ക്യാപിറ്റലും, ഭൗതിക മൂലധനം മനുഷ്യ മൂലധനം തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ഓർത്തു വെക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെറിയ ക്വസ്റ്റിനായി പ്രതീക്ഷിക്കാം എന്ന രീതിയിൽ ഓർത്തു വെക്കാം. പിന്നെ 6ാമത്തെ ചാപ്റ്ററിൽ റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് വരുമ്പോഴവിടെ ചിലപ്പോൾ എസ്സേ തന്നെ വന്നേക്കാം. അതായത് ക്രെഡിറ്റ് ആൻഡ് മാർക്കറ്റിംഗ് ഇൻ റൂറൽ ഏരിയ എന്ന് പറഞ്ഞിട്ടൊരു എസ്സേക്കൊക്കെ ചിലപ്പോൾ ഒരു ഷോർട്ട് എസ്സേക്കൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. ഗ്രാമീണ മേഖലയിലുള്ള ക്രെഡിറ്റ് മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഗ്രാമീണ മേഖലയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവ്സ് ഗവൺമെൻറ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അഗ്രികൾച്ചർ സെക്ടർ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി, അതുപോലെ ഡൈവേഴ്സിഫിക്കേഷൻ 6ാമത്തെ ചാപ്റ്ററിൽ കൂടുതലായി ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയയും കൂടിയാണത്. ഡൈവേഴ്സിഫിക്കേഷനുള്ള ഏരിയ ചോദിച്ചേക്കാം. പിന്നെ അതായത് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ ക്രോപ്സിൽ വരുന്നുണ്ട്, അല്ലെങ്കിൽ അതർ ആലിഡ് ആക്ടിവിറ്റീസിൽ വരുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കി വെക്കാവുന്നതാണ്. അതുപോലെ ഫിഷറീസ്, മൈനിങ്, ആ ഏരിയകളൊക്കെ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു പാർട്ട് എന്ന രീതിയിലുള്ള നമ്മുടെ ഓർഗാനിക് ഫാമിങ്, അതായത് ജൈവ കൃഷി എന്താണ്, അതായത് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ്, അതുപോലെ ഓർഗാനിക് പെസ്റ്റ് കൺട്രോൾ, ജൈവ വളങ്ങളും ജൈവ കീടനാശിനികളും ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി രീതി ജൈവ കൃഷി. അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ജൈവ പ്രോഡക്റ്റിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ ഈ 6ാമത്തെ ചാപ്റ്ററിൽ നല്ല സാധ്യതയുള്ള, നല്ല വെയിറ്റേജുള്ള, ഈ എക്സാമിന് നല്ല വെയിറ്റേജുള്ളൊരു ചാപ്റ്ററാണ് 6ാമത്തെ ചാപ്റ്റർ, ഇന്ത്യൻ ഇക്കോണമിയിലെ 6ാമത്തെ ചാപ്റ്റർ. പിന്നെ 7ാമത്തെ ചാപ്റ്ററിൽ നിന്നും ചെറിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് വന്നേക്കാം. എസ്സേ വരാനുള്ള സാധ്യത ആ ഏരിയയിൽ നിന്ന് കുറവാണ്. പിന്നെ നമ്മൾ സാധാരണ 7ാമത്തെ ചാപ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ഏരിയയെക്കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ് ഫോർമൽ, ഇൻഫോർമൽ സെക്ടർ, അല്ലെങ്കിൽ സംഘടിത അസംഘടിത മേഖല, ഓർഗനൈസ്ഡ് അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സ്. ഓർഗനൈസ്ഡ് അല്ലെങ്കിൽ ഔപചാരിക സംഘടിത മേഖലയുടെ പ്രത്യേകത, ജോലിയുടെ ഉദാഹരണങ്ങൾ, അതുപോലെ അനൗപചാരിക അസംഘടിത മേഖല, അതിൻ്റെ പോരായ്മകൾ, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ കൂലിവേലവൽക്കരണം, കാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഇക്കോണമി അഭിമുഖീകരിക്കുന്ന ജോബ്ലെസ് ഗ്രോത്ത്. GDP-യിൽ വർധനവുണ്ട്, നാഷണൽ ഗ്രോത്ത് കാണിക്കുന്നു, പക്ഷേ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ജോബ് ലെസ് ആണ്, പക്ഷേ ഗ്രോത്ത് ഉണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ ഓർത്ത് വെക്കാം. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് വരികയാണെങ്കിൽ ഫസ്റ്റ് ചാപ്റ്ററിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും, മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓർ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ മെറിറ്റ്സ് ഓർ ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഇക്കണോമിക്സ്, സാമ്പത്തിക ശാസ്ത്രത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പ്രാധാന്യം എന്താണ്, അതൊരു ക്വസ്റ്റ്യൻ വരാം. പിന്നെ ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, അതിനുള്ള ഉദാഹരണങ്ങൾ. സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വരുവാണെങ്കിൽ പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ, അതുപോലെ ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് ക്വസ്റ്റ്യനെയർ, അതുപോലെ നമ്മൾ പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതൊക്കെയാണ്, ഡയറക്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ, ടെലിഫോണിക് ഇൻ്റർവ്യൂ, മെയിൽഡ് ക്വസ്റ്റ്യനെയർ, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണ്, സെൻസർ സർവേ, സാമ്പിൾ സർവേ, സാമ്പിളിംഗ് എറർ, ഇതൊക്കെ ക്വസ്റ്റ്യൻ. അതായത് സ്റ്റാറ്റിക് സെക്കൻഡ് ചാപ്റ്റർ നല്ല വെയിറ്റേജുള്ള ചാപ്റ്ററാണ്. അതുപോലെ തന്നെ 3ാമത്തെ ചാപ്റ്ററിലേക്ക് വരുമ്പോഴേക്കും ക്ലാസിഫിക്കേഷൻ, ക്വാണ്ടിറ്റേറ്റീവ്, ക്വാളിറ്റേറ്റീവ്, ജിയോഗ്രാഫിക്കൽ, ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷനെ കുറിച്ച്, പിന്നെ സീരീസ്, ഇൻഡിവിജ്വൽ, ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ് സീരീസ്. അവിടെയാണ് നമ്മൾ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ തന്നെ ഇൻക്ലൂസീവ് ക്ലാസ് ആൻഡ് എക്സ്ക്ലൂസീവ് ക്ലാസ്, കൺവേർഷൻ, ബൈവേരിയറ്റ്, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, ആ രീതിയിലുള്ള കുറച്ച് ചെറിയ ക്വസ്റ്റ്യൻസ് സാധ്യതയുണ്ട്. 4ാമത്തെ ചാപ്റ്ററിൽ വരുമ്പോഴേക്ക് പാർട്സ് ഓഫ് എ ടേബിൾ, ഒരു ടേബിളിനുണ്ടായിരിക്കേണ്ട അവിടെ 4ാമത്തെ ചാപ്റ്ററിലെ പ്രസൻറ്റേഷൻ ഓഫ് ഡാറ്റയിൽ വെർബൽ പ്രസൻറ്റേഷൻ, ടാബ്ലർ പ്രസൻറ്റേഷൻ, ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ. അതിൽ ടാബ്ലർ പ്രസൻറ്റേഷനിൽ ടേബിൾ പറയുമ്പോൾ അത് പാർട്സ് ഓഫ് എ ടേബിൾ, ഒരു ടേബിളിൻ്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്. പിന്നെ ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ നമുക്കറിയാം, വ്യത്യസ്ത ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം എന്ന് വെച്ചിട്ട് പിന്നെ ഫ്രീക്വൻസി ഡയഗ്രത്തിലേക്ക് വന്ന് ഒജീവിലേക്ക് എത്തുന്നതാണ്. പിന്നെ നമ്മൾ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നുള്ള അടുത്ത ചാപ്റ്ററിൽ മീൻ മീഡിയം മോഡ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് മനസ്സിൽ വെച്ചാൽ വളരെ എളുപ്പം നമുക്ക് ഗ്രഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ക്ലാസ്സിലൊക്കെ ശ്രദ്ധിച്ച് വർക്കൊക്കെ ചെയ്ത കുട്ടികളാണെങ്കിൽ ഇന്ത്യൻ ഇക്കോണമി സിമ്പിളാണ്. എല്ലാം ഒന്ന് വായിച്ച് നോക്കുക, മനസ്സിലാക്കുക. ഡോണ്ട് വറി, ടെൻഷനൊന്നും ആവേണ്ട കാര്യമില്ല. ഇത് ഫൈനൽ എക്സാമിന് വേണ്ടിയുള്ളൊരു പ്രിപ്പറേഷൻ കൂടിയാണ്. ആത്മാർത്ഥമായിട്ട് നമുക്ക് നമ്മുടെ മുന്നിലുള്ള ടൈമും നമ്മുടെ എഫേർട്ടും നമ്മൾ നിക്ഷേപിക്കുക. തീർച്ചയായും ഔട്ട്പുട്ട് നല്ലതായിരിക്കും. കാമായി ടെൻഷൻ അടിക്കാതെ പറ്റുന്നതൊക്കെ എല്ലാവരും പഠിച്ചുകൊണ്ട് കൂളായി പോയി എക്സാം എഴുതുക. ഇനി എന്തെങ്കിലും പഠിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളത് അടുത്ത എക്സാമിലേക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ആത്മാർത്ഥമായി ശ്രമിക്കുക. എന്തായാലും നല്ലൊരു ക്രിസ്മസ് എക്കണോമിക്സ് എക്സാം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു.